ടെഹ്റാനിൽ നടത്തിയ വൻ ആക്രമണത്തിൽ ഇറാനിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെ വധിച്ചു എന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. 1 മിനിറ്റും 8 സെക്കൻഡും ദൈർഘ്യമുള്ള ഒരു വീഡിയോ ദൃശ്യവും ഇതിനോടൊപ്പം ട്രംപ് പങ്കുവച്ചിരുന്നു. ഇറാനെ വളരെ മോശമായും അവിവേകത്തോടെയും നയിച്ച നിരവധി സൈനിക നേതാക്കൾ ടെഹ്റാനിൽ നടന്ന വൻ ആക്രമണത്തോടെ അവസാനിക്കപ്പെട്ടു. ട്രൂത്ത് സോഷ്യൽ വീഡിയോ പങ്കുവച്ചുകൊണ്ട് ട്രംപ് കുറിച്ചത് ഇങ്ങനെയായിരുന്നു. പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ട്രംപ് ഇറാന് മുന്നിൽ വെച്ച അന്ത്യശാസനം വലിയ ചർച്ചയായിരുന്നു. 48 മണിക്കൂറിനുള്ളിൽ അമേരിക്കയുമായി കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനുമേൽ നരകം പെയ്തിറങ്ങും എന്നായിരുന്നു ആ ഡയലോഗ്. വെറുതെ ഒരു ഭീഷണി മാത്രമല്ല ഇത്. ഹോർമോസ് തുറമുഖം തുറക്കാൻ ഇറാന് നൽകിയ സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് ഈ മുന്നറിയിപ്പ് എന്നതും ശ്രദ്ധേയം. മുൻപും ട്രംപിന്റെ കലിപ്പ് നമ്മൾ കണ്ടതാണ്. ബോംബിട്ട് ഇറാനെ ശിലായുഗത്തിലേക്ക് പറഞ്ഞയക്കുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു. അതിനിടെ അമേരിക്കൻ വിമാനം വെടിവെച്ചിട്ടതിനെ തുടർന്ന് താഴേക്ക് ചാടിയ പൈലറ്റിനായുള്ള തെരച്ചിൽ ഇറാനും അമേരിക്കയും തുടരുന്നതിനിടയിലാണ് ട്രംപിന്റെ ഈ അറ്റാക്ക്. ഇറാനിലെ ഭരണകൂടത്തെ മാറ്റുമെന്ന് പറഞ്ഞ് യുദ്ധം തുടങ്ങിയവർ ഇപ്പോൾ ഹേയ്, നിങ്ങൾ ഞങ്ങളുടെ പൈലറ്റിനെ കണ്ടോ എന്ന നിലയിലേക്ക് പുരോഗമിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖാലിബാഫ് പരിഹസിച്ചു. ഒരു പക്ക പോരാളി സ്റ്റൈലിൽ ഇറാൻ തിരിച്ചടിച്ചപ്പോൾ ട്രംപ് പറഞ്ഞ യുദ്ധം ജയിക്കാറായെന്നുള്ള വീമ്പുകൾക്ക് ചെറിയ മങ്ങലേറ്റോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും വിമാനം വെടിവെച്ചിട്ടത് നയതന്ത്ര ചർച്ചകളെ ബാധിക്കില്ലെന്നും അദ്ദേഹം തറപ്പിച്ച് പറയുന്നുണ്ട്. ഈ ഹൈ വോൾട്ടേജ് സാഹചര്യങ്ങൾക്കിടയിൽ റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ഇറാനിലെ പ്രധാന ആണവ നിലയമായ ബുഷെഹറും ആക്രമിക്കപ്പെട്ടു എന്നത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ചേർന്നാണ് ഈ ആക്രമണം നടത്തിയതത്രേ. ഇവിടെ ഒരു സൈനികൻ മരിക്കുകയും 198 തൊഴിലാളികളെ ഒഴിപ്പിക്കുകയും ചെയ്തു. നിലയത്തെ നിരന്തരം ആക്രമിക്കുന്നത് അണുവികിരണം ഉണ്ടാകാനിടയാക്കുമെന്നും അത് ഒരു വലിയ ദുരന്തത്തിലേക്ക് വഴിതെളിക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു കൺഫ്യൂസിംഗ് ഡ്രാമയുടെ ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണോ ലോകം? ട്രംപിന്റെ അപ്രതീക്ഷിത നീക്കങ്ങൾ ഇനിയും എന്തൊക്കെ ട്വിസ്റ്റുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് കാത്തിരുന്നു കാണാം. എന്തായാലും പശ്ചിമേഷ്യ യുദ്ധകലുഷിതമായി തന്നെ മുന്നോട്ടു പോവുകയാണ്. ഇറാന് മേൽ മിസൈൽ വർഷം ചൊരിഞ്ഞുകൊണ്ട് അമേരിക്കയും തിരിച്ചടിച്ചുകൊണ്ട് ഇറാനും രംഗത്ത് വരികയുണ്ടായി. ഇത് അമേരിക്കയും ഇറാനും മാത്രമായുള്ള ഒരു യുദ്ധത്തിലേക്കാണോ നീങ്ങുന്നത് എന്നാണ് ഇപ്പോൾ കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഗൾഫ് രാജ്യങ്ങളിലടക്കം ഇറാൻ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറന്നില്ലെങ്കിൽ 48 മണിക്കൂറാണ് ട്രംപ് ഇറാനുമേൽ നൽകിയിരിക്കുന്നത്. ഈ സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ്. അതിനിടയ്ക്കാണ് ഇറാന്റെ നേതാക്കളെ തങ്ങൾ വധിച്ചുവെന്ന് ട്രംപ് ഭീഷണി മുഴക്കി രംഗത്ത് വന്നത്.